നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബർ നമുക്ക് കുറവാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് പൊന്നുൻ്റെ സ്കൂളിൽ ക്ലാസ് PT ആണ്. അവൾ പഠിക്കുന്നത് ഗവൺമെൻറ് UPS കണിയാപുരം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ബസ്സോ അല്ലെങ്കിൽ ടെമ്പോ ഉണ്ട്, നമുക്ക് മസ്താമുക്കിൻ്റെ അവിടെ ഇറങ്ങി കുറച്ചവിടെ നിന്ന് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഗേറ്റ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും റോഡ് നല്ല ശൂന്യമായിട്ട് കിടക്കുന്നു. നോക്കൂ ഗേസ്, കണ്ടോ, ഒരപ്പം മാത്രം സൈക്കിളും ചോട്ടിക്കൊണ്ട് പോകുന്നു. കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ അങ്ങനെ ടെമ്പോ കിട്ടി എനിക്ക്. അവസാനം ടെമ്പോയിൽ കയറി ഞാൻ മസ്താമുക്കിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് ഒരു 15 മിനിറ്റത്തെ ദൂരം കേട്ടോ. ഞാൻ വേർത്ത് കുളിച്ചു, കണ്ടോ, നല്ല വെയിലായതുകൊണ്ടാണ് ഇത്ര വേർക്കുന്നത് കേട്ടോ. അങ്ങനെ സ്കൂളെത്തി ഗേസ്, എത്താറായി, കുറച്ചും കൂടി ഉണ്ട്. വണ്ടി ഇട്ടേക്കുന്നുണ്ടോ, സ്കൂൾ വണ്ടി, അവിടെയാണുള്ള സ്കൂള്. അങ്ങനെ സ്കൂളെത്തി. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ഓരോ രക്ഷകർത്താക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 12:45 ഞാൻ സ്കൂളിലെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ അവിടെ കുട്ടികൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അവിടെ കാണാം നമുക്ക്, അവർ ഓരോന്നായിട്ട് കഴിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അടുത്ത ആൺകുട്ടികൾ നമുക്ക് കസേരയൊക്കെ എടുത്തിട്ട് തന്നു ഇരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ആ ചേച്ചിയും കൂടെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നിങ്ങനെ പറയുകയാണ്, ഞങ്ങളെ കുട്ടിക്കാലവും ഇതുപോലെ ആയിരുന്നു, ഞങ്ങൾ കളിക്കുകയും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആ കാര്യമാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, ഞാനും ആ ചേച്ചിയായിട്ട്. അങ്ങനെ ആ കാണുന്ന അങ്ങനത്തെ ഏറ്റവും ലാസ്റ്റത്തെയാണ് പൊന്നുൻ്റെ ക്ലാസ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് ഞാൻ പോയില്ല, കാരണം അങ്ങോട്ട് വിടുന്നില്ല. കാരണം കുട്ടികൾ നമ്മളെ കണ്ടാൽ നമ്മളെ കൂടെ വരാനായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ യോഗമുണ്ട്, ഹാളിൽ വെച്ച് പൊതുയോഗമുണ്ട്. അവരെ ഒരു വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ, PTA അംഗങ്ങൾ ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചതും അങ്ങനെയൊക്കെ ഓരോ കണക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ അവളുടെ ക്ലാസ്സിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നു ഗൈസ്. ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.